ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ട ദൗത്യം തുടങ്ങി ഏതാണ്ട് 5 ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതിസന്ധികൾ തന്നെയാണ്. ഇന്ന് പ്രതികൂല കാലാവസ്ഥയിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈശ്വർ മാൽപ്പയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? മഴയുണ്ട്. നമസ്കാരം. എന്താണ് സിത്തിമ്മ ഇന്ന് കാലിന് മോർണിംഗ് മഴ പറഞ്ഞുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി വെള്ളം എങ്ങനെ നോക്കൂ കൊലുശത്ത് തന്നെ റെഡായിട്ടിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇന്നലെ എങ്ങനെ മഴ വന്ന് നമുക്ക് അവിടെ വേലാക്കാനായില്ല പറഞ്ഞാൽ റെഡ് കീഴെ പോയാൽ നമുക്ക് ഒരുപാട് 0 പൊസിറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ചുമ്മായിട്ട് വേല ചെയ്യാനാവില്ല, പോയി അവിടെ ഒരു വേലയാവുന്നു. അതിന് ഞങ്ങളിപ്പോൾ ഞാൻ MLA പിന്നെ ജില്ലാടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളം ക്ലീൻ ആവും. വെള്ളം ക്ലീൻ ആയെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. ചുമ്മാ പോയിട്ട് എന്നാ വിലയാക്കും, ഒരു 4 തടി എടുത്താവില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ വണ്ടി നോക്കാനാവില്ല. എന്താ പറയുക, കയറുണ്ട്. കയറിന് അടിഭാഗത്തിൽ ഒത്തിരി മണ്ണുണ്ട്. ഇപ്പം നമ്മൾ കയർ കട്ടുമണ്ണിയപ്പോൾ പിന്നെ അടയാളം കിട്ടില്ല. ഒരു 4 കയർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ആ കയർ എടുക്കുന്നുണ്ട്. അതിൽ കയറിലെ മേലെ എൻ്റെ സംഭവം ഒരു 5 നിന്ന് 10 അടി മണ്ണുണ്ട്. ആ മണ്ണെടുത്താൽ മാത്രമാവും. അതായത് പുഴയിലെ വെള്ളം തെളിഞ്ഞാൽ മാത്രമേ അവിടെ തെരച്ചിൽ സാധ്യമാകൂ എന്നാണോ? കണ്ടിപ്പാ അവിടെ വെള്ളം തെളിയാക്കണം. അപ്പോൾ ആ സമയത്തിൽ അവിടെ നമ്മൾ പോയിട്ട് എണ്ണങ്ങൾ വേറെ ആ വണ്ടിൻ്റെ ഒരു എത്ര അടി, ഒരു 70 ഫീറ്റ് വണ്ടി തന്നെ. പിന്നെ എവിടെയാണ് ഒരു അടയാളം കാണും. ഇത് ഒന്നും കാണില്ല, ഫുള്ള് മണ്ണ് കല്ലും ഉണ്ട് അതിൽ. അതിന് നമ്മളിപ്പോൾ വെള്ളം വെച്ചാൽ തെളിയാവുന്നു. അപ്പോൾ ഞങ്ങൾ വേലയാക്കും. എന്താണ് അടുത്ത പരിപാടി? ഇന്ന് ഇപ്പോൾ കാലാവസ്ഥ മോശമാണ്, കാരണം ഇന്നും നാളെയും ഒക്കെ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരച്ചിലേക്ക് ഒരു ഇപ്പം മഴയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടാവും. ആ കീഴെ ഒരു തെളിയാവുന്നു, ഇല്ലെങ്കിൽ ഒരുപാട് കാണില്ല അവിടെ. ഇപ്പോൾ പൈപ്പാക്കിയിട്ട് ഒരു നോക്കാം. ഇപ്പോൾ 3-4 കയർ കിട്ടിയല്ലേ, ആ കയർ ഭാഗത്തിൽ കീഴെ ഒരു പൈപ്പാക്കുന്നു. ഇപ്പോൾ വണ്ടി കൊണ്ട് കൺഫേം பண்ணணும். ചുമ്മാ ആയിട്ട് പോയിട്ടാവില്ല. അതിന് കൊഞ്ചം വെള്ളം കമ്മിയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അവർക്ക് അവസാനം ഒരു சொல்லணும், ആ 4 കയർ കിട്ടിയല്ലേ, ആ കയർക്കകത്ത് ഒരു വലിയ പൈപ്പാക്കി കുത്തി നോക്കണം. കുത്തി ഫുള്ള് പ്രഷർ പമ്പിൽ ആക്കി ആ മണ്ണെല്ലാം മേലെ വരും. അതാക്കിയപ്പോൾ കൺഫേം பண்ணி പിന്നെ വേലാക്കും. അതായത് ഈ വെള്ളം തെളിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള തെരച്ചിൽ സാധ്യമാവൂ. അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ അടുത്ത വ്യാഴാഴ്ചയെങ്കിലും കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതും ഈ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയാണോ? ഡ്രഡ്ജർ ഇവിടെ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പാലത്തിൽ പറഞ്ഞ ഒരുപാട് മണ്ണുണ്ട്. ഇപ്പോൾ ആ വെള്ളം ജാസ്തിയായാൽ മാത്രം ഒരുപാട് ഡ്രഡ്ജർ വരും. ഇല്ലെങ്കിൽ ഇട്ടച്ചിലെ മാത്രമേ എടുക്കണമാവും. അത് ഇട്ടച്ച് വെള്ളത്തിലെ വന്ന് മുങ്ങിപ്പോവും. ഇപ്പോൾ വെള്ളം കമ്മിയായ ഇട്ടച്ച് അവിടെ വന്ന് മണ്ണെടുക്കണമാവും. അതിനിപ്പോൾ വലിയ ചെറിയ മണ്ണെടുക്കുന്ന മിഷൻ ഉണ്ടെങ്കിൽ അവിടെ വലിയ പാറയുണ്ട്. ആ പാറ തന്നെ ആക്കും. ഏതാണ്ട് ഇപ്പോൾ 10-30 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹിറ്റാച്ചി കൊണ്ട് മാത്രം സാധ്യമാണോ? അവിടെ ഇപ്പോൾ അർജുന വണ്ടി നിങ്ങൾ അടയാളം കാണിച്ചത് ഒരു വണ്ടി അവിടെ ആ മിനിമം ഒരു 25-30 ഫീറ്റ് വെള്ളമുണ്ട്. അവിടെ വലിയ ഇട്ടച്ച് വേണം. അത് ഡ്രഡ്ജറിന് മേലെ ഇരുന്നിട്ട് ഇളക്കുന്നു. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും റോഡ്. സാധ്യതകൾ മങ്ങുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എൻ്റെ സംഭവം ഇപ്പോൾ വെള്ളം കൊഞ്ചം കമ്മിയായ ശേഷം പിന്നെ അവിടെ തന്നെ ഡ്രഡ്ജറാക്കിയിട്ട് വലിക്കുക. ഇല്ലെങ്കിൽ ഈ വെള്ളം തെളിയായ ഒരു 20 അടിൻ്റെ ഒരു കമ്മിൻ്റെ പൈപ്പ് കൊണ്ട് വന്നിട്ട് അതിനുള്ള പ്രഷർ പമ്പാക്കി ആ മണ്ണെല്ലാം മേലെ കെട്ടണം. നമ്മളിപ്പോൾ ബോറിംഗ് ആക്കുമല്ലേ, ആ മാതിരി ബോറിംഗ് ആക്കി പിന്നെ അത് നമുക്ക് അടിഭാഗത്തിൽ ഒരു അർജുന വണ്ടി ഉണ്ടോ കൺഫേം ആവും. ഈ വെള്ളം തെളിയുന്നതുവരെ അങ്കോളയിൽ തുടരുമോ അതോ തിരിച്ചു പോവുകയാണോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇന്ന് നിൽക്കൂ. ഇപ്പോൾ വെള്ളം എങ്ങനെ നോക്കും. പിന്നെ വെള്ളം തെളിയായ പിന്നെ ഞാൻ തിരിച്ചു വരും. അതായത് ഇന്ന് പോകും. ഇന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഇന്ന് അവിടെ സ്ഥലത്തിൽ പോയിട്ട് എന്നെ ചുമ്മാ നല്ലതായിട്ട് വേലയാക്കണ മാത്രം നിൽക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉടുപ്പി മൽപ്പയൊക്കെ പോയിട്ട് പിന്നെ അവർ എപ്പോൾ കരച്ചിൽ ജില്ലാടത്ത് എപ്പോൾ കൂപ്പിടും ആ സമയത്തിൽ ഞാൻ പറയും. ജില്ലാ ഭരണകൂടം തെരച്ചിൽ നിർത്തിവെക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ ഇന്നലെയോ മെനിഞ്ഞാന്നോ? ഇന്നലെ ഇപ്പോൾ ഒന്നും മിണ്ടില്ല. ഇപ്പോൾ ഇന്ന് മീറ്റിംഗ് ആവും. അവരുടെ DC അവിടെ എന്നാന്ന് എൻ്റെ കേട്ട് ഇപ്പോൾ കൂപ്പിട്ടിയെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്നാ സഹിച്ചെന്ന്. എപ്പോഴാണ് മീറ്റിംഗ്? ഇപ്പോൾ 11 മണിക്ക് പറയൂ. എവിടെ വെച്ച്? ഒന്നും ചൊല്ലില്ല. ഇപ്പോൾ എനിക്ക് ഫോണാക്കി SP DC എവിടെ പറഞ്ഞത് ഫോണാക്കി പിന്നെ ആക്കാം.
അതായത് വെള്ളം തെളിയണം, വെള്ളത്തിൻ്റെ നിരപ്പ് താഴണം, എങ്കിൽ മാത്രമേ അവിടെ തെരച്ചിൽ സാധ്യമാകൂ. ഏതായാലും ഈശ്വർ മാൽപ്പെ ഇന്ന് 11 മണിക്കൊരു യോഗമുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അർജുനെ കണ്ടെത്താനുള്ള രണ്ടാമത്തെ മിഷനും പാതി വഴിയിൽ അവസാനിക്കുകയാണോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഉയരുന്നത്. രഞ്ജിത്ത് മൻപടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, ശിരൂർ.